ഇന്ന് ഈ RSS, ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ഭൂരിഭാഗം ആളുകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് കേൾക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്? ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും വീടുകൾ മുൻപോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നാളെ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ നാളെ അവരൊരു നിയമം കൊണ്ടുവരികയാണ്. ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് ഇതാണ്, വംശഹത്യയാണ്. അതുകൊണ്ട് നാളെ ഈ രാജ്യങ്ങളിലേക്ക് ഹിന്ദു മതത്തിൽ ഒഴികെയുള്ള മാത്രം ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ BJPക്കും RSSനും വേണ്ട പണം എവിടെ നിന്ന് കിട്ടും? അത് മനസ്സിലാക്കണം. ഇപ്പോ ചെയ്യുന്നത് തിരിച്ച് മറ്റു രാജ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ RSS BJPയിൽ പെടുന്ന ആളുകളുടെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കും? അതുകൂടെ ആലോചിച്ചിട്ട് വേണം. RSSും BJPയും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ ഇത് ചിന്തിക്കാൻ എന്നുകൂടി ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ചിട്ട് ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല. മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രം വലിയ പുരോഗതി പ്രാപിക്കും എന്നതിനൊരു ചരിത്രമില്ല. അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് 1971 വിഭജിച്ച് അവിടെ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായത്? ഇത്രയും മതങ്ങൾ ഒരുമിച്ച് പോകുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് വളർന്ന് ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത്? അതുകൊണ്ട് ഒരിക്കലും മതമല്ല, മതത്തിനുപരിയായി മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാവൂ. ഇന്ത്യയുടെ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിന്നേ മതിയാവൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇല്ലാണ്ടായി പോകും. ഇത് BJP RSSന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ വൈവിധ്യമാണ്, മതേതരത്വമാണ്, ജനാധിപത്യമാണ്. എന്തിനു വേണ്ടിയാണ് ഇവരിത് ശ്രമിക്കുന്നത്? അധികാരം കിട്ടാൻ വേണ്ടി മാത്രം. പറയാൻ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ മതം പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കുകയാണ്. എങ്ങനെയാണിത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഉള്ളിൽ അത്രമാത്രം വിഷമമുണ്ട്, തീയുണ്ട്. ഒരു രാജ്യം, ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു രാജ്യം, ലോകം മുഴുവൻ അഭിമാനത്തോടുകൂടി ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ, മനുഷ്യരെ, പ്രത്യേകിച്ച് ഒരു